ഓണമായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ, ഒരു യാത്ര പോകണ്ടേ? എനിക്കും തോന്നുന്നതൊക്കെ ഉണ്ട്. നമുക്കൊന്ന് പൊന്മുടി വരെ പോയി വരാമെന്ന് മനസ്സിൽ ചിന്തിച്ചവർക്കായിട്ട് നമ്മുടെ ആഷൻ ഡിയേഗോ നല്ല ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പൊന്മുടിയിലേക്ക് യാത്ര പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം വിതുരയിലുണ്ട്. അധികം ആർക്കും അറിയാത്ത ആ സ്ഥലം ആഷൻ ദാ കാട്ടിത്തരും. ഹലോ ഗൈസ്, പൊന്മുടിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിതുരയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ഥലത്തു കൂടി കയറിയിട്ട് വേണം പൊന്മുടിയിലേക്ക് പോകാൻ. വിദൂരതയിൽ മേഘപടലങ്ങൾ തഴുകുന്ന പൊന്മുടി കുന്നുകൾ, മലയുടെ നെഞ്ചിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടൊഴുകുന്ന കല്ലാർ, ചിതറിവീണ പാറക്കെട്ടുകൾക്കിടയിൽ ജലമെത്തുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം, അതാണ് തവക്കൽ വെള്ളച്ചാട്ടം. ഇരുകരയും നിറയെ പച്ചപ്പ്, ഇടതൂർന്ന കാടിൻ കലവറയിലെ വിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന മനുഷ്യർ. ഇവർക്ക് കാവലായി ഈ കാണുന്ന വിളക്കും. 91-1 അടുപ്പിച്ചായപ്പോൾ ഉള്ള വെള്ളപ്പൊക്കത്തിലാണ് ഇത്രയും വലിയ ആറായത്. നിരവധി ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ആളാണ്. ശനിയും ഞായറുമാണ് ഭയങ്കര. പിന്നെ വിശേഷ ദിവസങ്ങൾ, ഓണം, ക്രിസ്മസ്. തവക്കലിന്റെ സൗന്ദര്യത്തിനിടയിലും ആപത്തൊളിയിരിപ്പുണ്ട്. ആഴമറിയാതെ ഇറങ്ങി ജീവൻ പൊലിഞ്ഞവർ ഏറെ. ഇത് ഓണം ആ കാണുന്ന ആ വനമാണ്. പോത്ത്, ആന, ഇതിനെല്ലാം കണ്ടിട്ട് ഞാൻ വെളുപ്പാങ്കാലം 3 മണിക്കാണ് ഇതിലെ വെട്ടാൻ പോണത്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇവിടെ അപായം എഴുതി വെച്ചിരുന്നതാണ്. അത് ഈ വെളിയിൽ നിന്നുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. വിതുര ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്ക് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. വനത്തിന്റെ ശാന്തതയിൽ പതഞ്ഞൊഴുകും ജലത്തിന്റെ നാദം അശാന്ത മനസ്സുകൾക്ക് ആശ്വാസം പകരും. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ? ക്യാമറയിൽ എത്രത്തോളം സൗന്ദര്യം പകർത്താനായെന്നറിയില്ല, പക്ഷേ നേരിട്ട് ഇവിടെ എത്തി ഈ കാറ്റൊക്കെ കൊണ്ട് ഈ തണുത്ത വെള്ളത്തിൽ അല്പനേരം കാലൊക്കെ മുക്കിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി, സേഫായി ഇവിടെ വരിക. അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സേഫായി മടങ്ങി പോവുക. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.